ഹലോ, നമുക്കിന്ന് റവ വെച്ചിട്ടൊരു പുട്ടുകണ്ട നോക്കിയാലോ. ഇതിനായിട്ട് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. പിന്നെ ഇത് ഞാൻ ഇന്ന് പാലൊഴിച്ചാണ് നനയ്ക്കുന്നത്. വെള്ളം ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം, പക്ഷെ പാലൊഴിച്ച് നനച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നനച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയാണ് ആവശ്യം. തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. ആ റവയ്ക്കകത്ത് ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരട്ടെ. ഇപ്പോൾ ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റീമർ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് സ്റ്റീം ചെയ്തെടുക്കാം. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ലാസ്റ്റായിട്ട് ഇതിനകത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. വെറുതെ ചായയുടെ കൂടെ തിന്നാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ.